പ്രിയപ്പെട്ടവരെ, ശുചീകരണ തൊഴിലാളി ജോയിക്ക് വേണ്ടിയുള്ള തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോടിലെ ദൗത്യം 3-ാം ദിവസവും തുടരുകയാണ്. 34 മണിക്കൂർ പിന്നിട്ട രക്ഷാപ്രവർത്തനമാണ് ഇപ്പോഴും തുടരുന്നത്. നാവികസേനയുടെ സ്കൂബ സംഘവും ഇന്ന് തെരച്ചിലിനിറങ്ങിയിട്ടുണ്ട്. ഫയർഫോഴ്സും NDRFും ചേർന്ന് സോണാർ സംവിധാനവും ഉപയോഗിച്ചുള്ള സംയുക്ത ദൗത്യമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ തലസ്ഥാനത്ത് നേരിയ മഴ പെയ്യുന്നുണ്ട്. മഴ ദൗത്യത്തിന് സഹായമാകുമെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. ശനിയാഴ്ച തോട് വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട ജോയിക്കായി റോബോട്ടുകളെ അടക്കം ഉൾപ്പെടുത്തിയാണ് തെരച്ചിൽ. കുന്നുകൂടിയ മാലിന്യക്കെട്ടുകളാണ് ദൗത്യത്തെ പ്രതിസന്ധിയിലാക്കുന്നത്. വിവരങ്ങളുമായി TV പ്രസാദും അഷിൻ ഡിയാഗോയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. അഷിൻ ഡിയാഗോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ തലസ്ഥാനത്ത് ചെറിയ മഴ പെയ്യുന്നുണ്ട്. ഈ മഴ രക്ഷാപ്രവർത്തനത്തിനെ സഹായിക്കുമെന്നവർ പറയുന്നു. ഒഴുക്കിപ്പോഴും കൂടിയിട്ടില്ല. ഇനി ഏതു ഭാഗത്താണ് തെരച്ചിൽ തുടരുക? റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുള്ള തെരച്ചിൽ തന്നെയാണോ ഇന്നും ഉണ്ടാക്കുന്നത്? ഇന്നലെ നേവിയുടെ സ്കൂബ സംഘം എത്തി സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. അവരൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടാകുമല്ലോ. അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം? തെരച്ചിൽ ഏതു ഭാഗത്തു നിന്നും എങ്ങോട്ടാണ് ആരംഭിച്ചിരിക്കുന്നത് രാവിലെ? അരുൺ, ഗുഡ് മോർണിംഗ്. മറ്റൊരു സ്ട്രാറ്റജിയിലേക്ക് ഈ സംഘം കടക്കുകയാണ്. അരുൺ പറഞ്ഞതുപോലെ ഇന്നലെ രാത്രിയോടുകൂടി നേവി സംഘവും കൂടി എത്തിയതോടുകൂടി നേവി, ഫയർഫോഴ്സ്, NDRF ഈ 3 വിഭാഗങ്ങളും ജോയിന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഇന്ന് നടത്തുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. നേവി ആണെങ്കിൽ സോണാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ജോയിയെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുക. ഫയർഫോഴ്സ് മറ്റ് ഭാഗങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ രാവിലെ തന്നെ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം ഇറങ്ങണോ വേണ്ടയോ എന്ന കാര്യത്തിലൊരു തീരുമാനമാകുന്നതേ ഉള്ളൂ. അതായത് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗം കഴിഞ്ഞുള്ള മറ്റു ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കും, തെരച്ചിൽ വ്യാപിപ്പിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ രാവിലെ ഒരു മഴയുണ്ട്. പറഞ്ഞത് ശരി തന്നെയാണ്. അതായത് വെള്ളം കുറച്ച് കൂടിക്കഴിഞ്ഞാൽ അത് രക്ഷാപ്രവർത്തനത്തിന് കുറച്ചുകൂടി സൗകര്യമാകും. കാരണം കെട്ടിക്കിടക്കുന്ന മാലിന്യത്തിന്റെ ഇടയിലുള്ള വെള്ളത്തിന്റെ അളവ് കുറഞ്ഞാൽ അതിലൂടെ നീന്തിപ്പോയി സെർച്ച് ചെയ്യുക എന്നുള്ളത് സ്കൂബ ടീം അംഗങ്ങൾക്ക് വലിയ ദുഷ്കരമായ ഒരു ജോലിയായിരുന്നു. സ്വാഭാവികമായും കുറച്ച് ജലനിര വരുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ ഇന്ന് ചെയ്യാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഫ്ലഡിംഗ് രീതിയിൽ കുത്തനെ വെള്ളം ഇറക്കുക എന്നുള്ളതാണ്. ഇന്നലെ പൈപ്പൊക്കെ വെച്ചിട്ടാണ് ഇറക്കിയതെങ്കിൽ ഇന്ന് തടയണ പോലെ കെട്ടി കുറേ സമയം വെള്ളം നിർത്തിയതിനു ശേഷം വളരെ പെട്ടെന്ന് ഒഴുക്കിവിടുന്ന ഒരു രീതി. അത് വളരെ കുറച്ച് ഭാഗം മാത്രമായി ചെയ്യുമ്പോൾ ആ ഫോഴ്സിൽ മറ്റുള്ള മാലിന്യങ്ങൾ കൊണ്ടുപോകും എന്നുള്ളതാണ്. അതിലും കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ മാലിന്യം പൂർണ്ണമായി നീക്കുക എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ വരേണ്ടി വരും. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ നേവി സംഘം കൂടി എത്തി, ഫയർഫോഴ്സ് സംഘങ്ങളും കൂടിയുണ്ട്, NDRF ഉണ്ട്, കോർപ്പറേഷന്റെ സെക്രട്ടറി ജഹാംഗീർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നത്തെ പ്രവർത്തനം നമ്മൾ എങ്ങനെയാണ് ഏകോപിപ്പിക്കുന്നത്? നമ്മൾ ഇന്നലെ ചെയ്തതുപോലെ തന്നെയാണ്, നേവിയും കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ നമ്മുടെ ഈ തുടക്ക ഭാഗത്ത് നേവിയും ഈ 3 ടീമും ചേർന്നുകൊണ്ട് തന്നെ സോണാർ ഉപയോഗിച്ചുകൊണ്ട് ഉള്ളൊരു ഇന്നലെ ചെയ്ത അതേ സെർച്ച് ചെയ്യും. അതുകൂടാതെ നമ്മൾ ഇതിന് ഡൗൺ സ്ട്രീമിലേക്ക് നമ്മുടെ റെയിൽവേയുടെ കോമ്പൗണ്ട് പുറത്തേക്കുള്ള ആമയിഴഞ്ചാൻ തോടിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഉള്ള സെർച്ച് കൂടി ഇന്ന് ചെയ്യുന്നുണ്ട്. ഈ 3 ടീമായിട്ട് തന്നെ 3 ടീം കൂടെ ജോയിന്റ് ആയിട്ട് താഴേക്ക് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് ഇന്ന് എക്സർസൈസ് ചെയ്യുന്നത്. നേവി ഇറങ്ങുന്ന സമയത്ത് NDRFനോ ഫയർഫോഴ്സിനെയും സഹായം ഉണ്ടാവും. ഇവിടെ ഇതുപോലെ തന്നെ 3 ടീമായിട്ട് 3 ജോയിന്റ് ആയിട്ട് തന്നെ താഴേക്കും ഡൗൺ സ്ട്രീമിലുള്ള സെർച്ചുകളും ചെയ്യും. ഈ മറ്റ് നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തൊരു ഫ്ലഡിംഗ് രീതിയിൽ വെള്ളം ഒഴുക്കി വിടുക തൽക്കാലം ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട് ഇവിടെ. അത് കാരണം അത് തൽക്കാലം തുടങ്ങിയിട്ടില്ല, അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. ഉണ്ട്, പ്ലാനിൽ തന്നെ ഉണ്ട്. NDRFന്റെ ചുമതലയുള്ള എങ്ങനെയാണ് ഇന്ന് നമ്മുടെ പ്രവർത്തനം ഉദ്ദേശിക്കുന്നത്? സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെയാണ് നേവിയും ഫയർഫോഴ്സും NDRFും കൂടി സംയുക്തമായിട്ട് അപ്സ്ട്രീമിൽ നിന്ന് സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. പാരലലി തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ NDRFും ഡൗൺ സ്ട്രീം റെയിൽവേസ് കഴിഞ്ഞുള്ള പാർട്ട് ഓഫ് കനാലിലും സെർച്ച് നമ്മൾ പാരലലി തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ രീതിയിലാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. ബാക്കി പ്ലാൻസ് ഇപ്പം പറഞ്ഞതെല്ലാം നമ്മളിപ്പോൾ ഒരു സ്റ്റാൻഡ് ബൈയിൽ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പം എന്തെങ്കിലും മഴ കാരണം എന്തെങ്കിലും ഓൾട്ടറേഷൻ വരുവാണെങ്കിൽ മാത്രം ഡിസ്കസ് ചെയ്ത് പ്ലാൻ മാറ്റാനായിട്ട് ഇപ്പം എന്തായാലും ഈ രീതിയിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്.